ഹായ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചാണ്. കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ്, ഹൗ ടു മാനേജ് കോൺഫ്ലിക്റ്റ്. ഫസ്റ്റ് തിങ്, കോൺഫ്ലിക്റ്റ് ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് മാനേജ്. വൺസ് ഒരു ടോപ്പിക്, എന്തെങ്കിലും ഒരു ഇവന്റ് കോൺഫ്ലിക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരിക്കലും മാനേജബിൾ അല്ല. അത് മാനേജ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറയുന്നു. അതുകൊണ്ടാണ് അത് കോൺഫ്ലിക്റ്റ് ആയി മാറുന്നത്. ഇപ്പോൾ കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ കോൺഫ്ലിക്റ്റിലേക്ക് കൊണ്ടുവരാതെ അങ്ങനെ കൊണ്ട് നോക്കാം. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു പർട്ടിക്കുലർ സാധനം ഒരിക്കലും കോൺഫ്ലിക്റ്റിലേക്ക് കൊണ്ടുവരാതെ നോക്കുക. കാരണം ഹ്യൂമൻസ് ആൻഡ് ഹ്യൂമൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ആൾവേസ് ദർ ഇസ് എ ചാൻസ് ഫോർ കോൺഫ്ലിക്റ്റ്, അല്ലേ? രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് കോൺഫ്ലിക്റ്റിനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഒരു സംഭവം ഒരു കോൺഫ്ലിക്റ്റിലേക്ക് എങ്ങനെ കൊണ്ടുപോവാം എന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. അപ്പോൾ കാരണം ഒരു സബ്ജക്റ്റ് ഈ ഒരു പർട്ടിക്കുലർ പരിധി വരെ അത് ബാലൻസബിൾ ആണ്, അത് കൺട്രോളബിൾ ആണ്. ആ പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞാൽ ഇതിനെ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ ദിസ് കോൺഫ്ലിക്റ്റ് നോട്ട് കൺട്രോളബിൾ, അല്ലെങ്കിൽ അതൊരിക്കലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സ്പേസ് ഉണ്ട്, ഈ ഒരു സ്പേസിലാണ് കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റിനെ നമുക്ക് ആകെ സ്പേസ് ഉള്ളത്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ സ്പേസിനുള്ളിൽ നിങ്ങൾ ആ ഒരു കോൺഫ്ലിക്റ്റിനുള്ള ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ സ്പേസ് നമ്മൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ പോയി, അതൊരു ഓപ്പൺ ഏരിയയിൽ പോയി. ഓക്കെ, ഓപ്പൺ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ അതിനെ പിന്നെ ഹാൻഡിൽ ചെയ്യാൻ പറഞ്ഞാൽ ഈസി അല്ല, നോട്ട് ഈസി, ഔട്ട് ഓഫ് ദ കൺട്രോൾ ആയി കഴിഞ്ഞു. അപ്പൊ ബേസിക്കലി ഒരു ഇഷ്യൂ സംഭവിക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റിന് പോയിക്കൊള്ളണം. ഓക്കെ, കാരണം ആ ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റിനുള്ള സ്പേസ് ആണ് ഈ സ്പേസ്. ഓക്കെ, ഇവിടെ ഈ സ്പേസിനുള്ളിൽ നിങ്ങൾ അതിനുള്ള സെറ്റിൽമെന്റ് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സ്പേസ് ആ ഇഷ്യൂ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കില്ല ആ ഇഷ്യൂ. ഓക്കെ, കാരണം ആ ഒരു കൺട്രോളിൽ നിൽക്കില്ല. കാരണം വൺസ് ഒരു സ്പേസ് അത് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഔട്ട് ഓഫ് കൺട്രോൾ ആവും. അപ്പൊ നമുക്ക് കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ് ഇന്നാക്റ്റീവ് ആവും. അപ്പൊ ഏറ്റവും ഏർലിയസ്റ്റ് ആസ് പോസിബിൾ ആ കോൺഫ്ലിക്റ്റിനെ നമ്മൾ ഇല്ലാതാക്കണം. ഓക്കെ, ഈ ഫയറിനെ പോലെയാണ്, അത് കത്തി കഴിഞ്ഞാൽ പിന്നെ ഒരുമാതിരി. അപ്പൊ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സാധാരണ ഒരു ഇഷ്യൂ നടക്കുന്ന വെക്കാം. ഇപ്പൊ നമ്മുടെ ബേസിക്കലി വയനാട് അവിടെയൊക്കെ ഇങ്ങനെ വന്യമൃഗങ്ങളുടെ ഇഷ്യൂ ഒക്കെ നടക്കണം. നമ്മൾ ഗവൺമെന്റിനോട് പല കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോട് പറയുമ്പോൾ അവർ കേൾക്കില്ല, ചെയ്യില്ല. ഓക്കെ, അത് നോക്കട്ടെ അങ്ങനെയുള്ള രീതിയിൽ പോകും. പക്ഷെ ഇൻ കേസ് അവിടെ ഒരു ഹ്യൂമൻ അവരുടെ ഒരു വന്യമൃഗത്തിന്റെ ആക്രമണം കൊണ്ട് എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ആക്സിഡന്റോ അല്ലെങ്കിൽ അവർ മരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ ആക്ഷൻ വരും. ഓക്കെ, അതായത് അതോറിറ്റിന്ന് ഇത്രയും കാലം ഇവിടെ ഒരു തരവും ആക്ഷൻ വരാത്ത അതോറിറ്റി ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കും. ഓക്കെ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഫണ്ട് റിലീസ് തരും. അതായത് ഇന്ന ആൾക്ക് ഇത്ര രൂപയുടെ ഇത് പ്രഖ്യാപിച്ചു, ഇന്ന ഏരിയകളിൽ ഇത് പറഞ്ഞാൽ അപ്പൊ ഇമ്മീഡിയറ്റ് വരും. അതേ അതോറിറ്റി ഇവിടെ ഭയങ്കര ലാഗായിരുന്നു. ഓക്കെ, എന്തുകൊണ്ട് ചോദിച്ചാൽ ഇവിടെ വരുന്ന സമയത്ത് ഈ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഈ കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഇഷ്യൂ ഒരു സോഷ്യൽ ഇഷ്യൂ മാറും. ഓക്കെ, ഈ ഓരോ ദിവസവും അത് ഡിലേ ആവുന്നതോറും ഇത് ബിക്കം എ സോഷ്യൽ ഇഷ്യൂ ആയിട്ട് ഇതിങ്ങനെ വ്യാപിക്കും, എല്ലാവിടേക്കും എത്തും. ഓക്കെ, അല്ലെങ്കിൽ അതൊരു ഭയങ്കര വിഷയം വരും. ചിലപ്പോൾ അത് ഗവൺമെന്റിന് ഭയങ്കര നെഗറ്റീവ് വരും. ഓക്കെ, ഗവൺമെന്റിന് ചിലപ്പോൾ അത് മേ ബി ഇലക്ഷൻ എഫക്ട് ചെയ്യും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്ന സമയത്ത് ജനങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ആ പ്രശ്നത്തിൽ നിൽക്കാണ്. ഈ പ്രശ്നത്തിന് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് ഇവിടെ കോൺഫ്ലിക്റ്റ് ആയി വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും. അതുകൊണ്ടാണ് ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് മാത്രം ഗവൺമെന്റിന്റെ ഇമ്മീഡിയറ്റ് എന്ത് കാര്യം ഇപ്പോൾ എവിടെയുള്ള പീപ്പിൾസ് ആണെങ്കിലും ഇവിടെ എത്തിച്ചേരും. ഓക്കെ, കാരണം എന്താണെന്നറിയോ, ആ പ്രശ്നം ഇമ്മീഡിയറ്റ് ആയി സോൾവ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ അത് അവർക്ക് തന്നെ ഡാമേജ് ആകപ്പെടുന്ന അവർക്ക് നന്നായി അറിയാം. ഓക്കെ, അത് അവരെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. ഇവിടെ അത് അത്രയും കാലം ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്, അതൊന്നും ചെയ്യാവോ, ഇതൊന്നും ഇങ്ങനെ ഉണ്ട് ചെയ്ത ആ സമയത്തൊന്നും ശ്രദ്ധിക്കാത്ത വ്യക്തി ഇവിടെ ഈ ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ എത്തിച്ചേരും. കാരണം ഈ പ്രോബ്ലം ഈ ഫസ്റ്റ് സ്റ്റേജിൽ സൊല്യൂഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അവരെ എത്രത്തോളം ഡാമേജ് ചെയ്യുന്ന അവർക്ക് നല്ല ബോധമുണ്ട്. ഓക്കെ, നല്ല ബോധമുണ്ട്. അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് ഫണ്ട് റിലീസ് വരെ ഇമ്മീഡിയറ്റ് എല്ലാ പീപ്പിൾസും ഇവിടെ എത്തും ഇമ്മീഡിയറ്റ്. കാരണം വൺസ് ഇത് ഇവിടെ നിൽക്കുമ്പോൾ അതൊരു പേഴ്സണൽ ഇഷ്യൂ ആയിരുന്നു. ഓക്കെ, ഇത് ഇവിടെ എത്തുന്ന സമയത്ത് അതൊരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് മാറും. വൺസ് ഒരു സോഷ്യൽ ഇഷ്യൂ ആയി മാറിക്കഴിഞ്ഞാൽ ഇറ്റ് ഗോയിങ് ടു അഫക്ട് അതോറിറ്റി വെരി ബാഡ്ലി. അത് ബാഡ്ലി ആയിട്ട് അഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അവർ ഇമ്മീഡിയറ്റ്, അതായത് ഇവിടെ ഒരു 10 രൂപ വെച്ചിട്ട് തരാത്ത ആൾക്കാർ ഇവിടെ വരുമ്പോൾ 1000 രൂപ ഈസി ആയിട്ട് ഇറക്കും. ഓക്കെ, ഒന്നും ചോദിക്കാതെ തന്നെ ഇറക്കും. കാരണം എന്താണെന്നറിയോ, ഈ 1000 രൂപ ഇമ്മീഡിയറ്റ് ആയി ഇറക്കില്ല എന്നുണ്ടെങ്കിൽ ഈ ഇഷ്യൂ ഇത് ക്രോസ് ചെയ്യും. ഈ ഇഷ്യൂ ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡൺ. പിന്നെ അവർക്ക് ഒരു കാരണം വെച്ചാലും അതിന്റെ ഇമ്പാക്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു സോഷ്യൽ ഇഷ്യൂ മെയിൻലി നടക്കുന്ന സമയത്ത് വളരെ പെട്ടെന്നുള്ള ഇൻവോൾവ്മെന്റ് അവിടെ നടത്തുന്നത്. കാരണം ബാക്കിയുള്ള ഇപ്പം നമ്മൾ എത്രയോ ഇഷ്യൂകൾ നടക്കണ്ടാവും, ആ ഇഷ്യൂകളൊന്നും അവർ കൺസേൺ ആവേണ്ടല്ലോ. പക്ഷേ സോഷ്യൽ ഇഷ്യൂ ആകാനുള്ള സ്പേസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇമ്മീഡിയറ്റ് ഇൻവോൾവ്മെന്റ് നടക്കും. കോൺഫ്ലിക്റ്റുകൾ വരുന്നത് ഏകദേശം അതുപോലെ തന്നെയാണ്. കാരണം ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നു, അതിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ
വലിയ ഇഷ്യൂ നടക്കില്ല. പക്ഷേ ഈ കോൺഫ്ലിക്റ്റ് ഇമ്മീഡിയറ്റ് സ്റ്റേജിൽ നമ്മൾ ബാലൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് സ്റ്റേജ് ക്രോസ് ചെയ്യും. സ്റ്റേജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കയ്യിൽ നിൽക്കില്ല അത്. ഓക്കെ, അപ്പൊ ഈ സ്പേസ് ഉണ്ട്. അതായത് വൺസ് ഒരു കാര്യം കോൺഫ്ലിക്റ്റിലേക്ക് പോകണമെന്ന് കണ്ടാൽ തന്നെ ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റിന് പോകണം. മണ്ടത്തരം വിക്ടർ എന്താ പറഞ്ഞാൽ ഈ ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റിൽ പോകുന്ന സമയത്ത് നമുക്ക് സെർട്ടൻ എമൗണ്ട് ഓഫ് നഷ്ടങ്ങൾ സംഭവിക്കും. ഓക്കെ, സെർട്ടൻ എമൗണ്ട് ഓഫ് നഷ്ടങ്ങൾ സംഭവിക്കും. ഫോർ എക്സാമ്പിൾ ഈ സ്പേസിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്കൊരു 10 രൂപയുടെ നഷ്ടം വരും വെക്കുക. ഈ 10 രൂപ സേവ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ടാവും. ആ മണ്ടന്മാർ ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ അവർ അങ്ങനെ ചെയ്യാൻ നിൽക്കില്ല. കാരണം അവർ ചിന്തിക്കുക ഈ 10 രൂപ എങ്ങനെ സേവ് ചെയ്യാന്നാണ്. ഓക്കെ, അപ്പൊ ഈ 10 രൂപ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇവർ ഈ പരിപാടി പോവില്ല. ഓക്കെ, പക്ഷേ അവർ പിന്നീട് എഫക്ട് ചെയ്യാൻ പോകണമെങ്കിൽ ഇവിടെ പോകുന്നത് അവർക്ക് 1000 രൂപ പോകും. ഓക്കെ, ഇത് സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് അവർക്ക് പിന്നീട് വരുന്ന നഷ്ടം പറഞ്ഞാൽ 1000 രൂപയായിരിക്കും. ഈ 10 രൂപ പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ ഈ 10 രൂപ ഇറ്റ്സ് ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇറ്റ്സ് ഓക്കെ എന്ന് വിചാരിക്കണം. കാരണം യു ആർ സേവിങ് 1000. ആ 1000 രൂപ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 10 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഈ 10 രൂപ സേവ് ചെയ്യണമല്ലോ എന്ന രീതിയിൽ ചിന്തിക്കുന്നവർക്ക് ഓട്ടോമാറ്റിക്കലി വേറൊരു വലിയൊരു കോൺഫ്ലിക്റ്റ് ബാഗ് കൂടെ വരുന്നുണ്ടാവും. ഓക്കെ, ഈ 10 രൂപ ആ സമയത്ത് ആ ഒരു നോർമൽ സിറ്റുവേഷൻ നമ്മൾ 10 രൂപ കൊടുക്കാത്ത ആള് ഇവിടെ നമ്മൾ 10 രൂപ കൊടുത്തേ പറ്റുള്ളൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 1000 ലോസ് അവിടെ വരും. അപ്പൊ അങ്ങനെ ഇഷ്യൂ വരുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് കോൺഫ്ലിക്റ്റിനെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റിന് പോവാം, ഇമ്മീഡിയറ്റ് മീഡിയേഷൻ നടക്കുക, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നെഗോസിയേഷൻ നടത്തുക. അങ്ങനെ നടത്തിയിട്ട് അതിന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റേജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം അൺകൺട്രോളബിൾ, അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല. പിന്നെ ഇതായിരിക്കും ഡിമാൻഡ്, ഇതായിരിക്കും റൂൾ ചെയ്യണം, നമ്മൾ വെറുതെ കേൾക്കേണ്ടി വരും. ഓക്കെ, അപ്പം എപ്പോഴും കോൺഫ്ലിക്റ്റിനെ ഫസ്റ്റ് സ്റ്റേജിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ അതിന്റെ സെറ്റിൽമെന്റിന് പോവുക, ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ മീഡിയേഷൻ നടത്തുക, ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നെഗോസിയേഷൻ നടത്തുക. ആ സ്റ്റേജിൽ നിങ്ങൾ നെഗോസിയേഷൻ ചെയ്ത് അതിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ക്യാൻസർ. ഓക്കെ, കോൺഫ്ലിക്ട് ഈസ് ലൈക്ക് ക്യാൻസർ. ഇഫ് യു ഡോണ്ട് അതിന് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അതിനെ റിമൂവ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യും, അല്ലെങ്കിൽ എല്ലാവർക്കും എത്തിച്ചേരും. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് വന്നതിന് അതിനെ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റിൽ നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. ആ ലോവസ്റ്റ് കോസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അത് ചെയ്യാതിരുന്നതിനാൽ പിന്നീട് വരുന്ന കോസ്റ്റുകൾ നമുക്ക് ഒരിക്കലും ബിയറബിൾ ആയിരിക്കില്ല.